സോ അവിടെ ആക്ച്വലി നഴ്സിംഗ് ഓഫീസേഴ്സിന്റെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. നവംബർ 1ാമത്തെ ആഴ്ച അല്ലെങ്കിൽ 2ാമത്തെ ആഴ്ചയിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ക്വാളിഫൈ ചെയ്തവർക്ക് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് വരിക കേട്ടോ. ഹൈ ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കാര്യം നിങ്ങളൊന്ന് ഓർപ്പിക്കാനാണ് കേട്ടോ. അതായത് നമ്മുടെ ലക്നൗ അറിയാലോ, UP അല്ലെ. UPയിലെ ലക്നൌവിൽ സ്ഥിതി ചെയ്യുന്ന ഹോസ്പിറ്റലാണ് RML, റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റൽ. സോ അവിടെ ആക്ച്വലി നഴ്സിംഗ് ഓഫീസേഴ്സിന്റെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഏകദേശം 422 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പലരും ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല ഈ RML ഹോസ്പിറ്റലിനെ കുറിച്ച്. അതായത് നമ്മുടെ ഡൽഹിയിലെ RML ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ UP ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റലാണ് RML എന്ന് പറയുക. UP ഗവൺമെന്റ് അണ്ടറിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാലറി ബാക്കി എല്ലാ ബെനിഫിറ്റ്സും സെൻട്രൽ ഗവൺമെന്റിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് ലഭിക്കുക കേട്ടോ. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അതേ പേ സ്കെയിൽ തന്നെയാണ് ഈ RML ഹോസ്പിറ്റലും ഫോളോ ചെയ്യുന്നത്. സോ അത് സെയിം പേ സ്കെയിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ട് വരിക. നമ്മുടെ SGPGA ലക്നൗ നമ്മളെ ഇടയ്ക്ക് ഒരു റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ വിളിച്ചിരുന്നു, അതിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. സോ അതുപോലെ തന്നെ സെയിം ആയിട്ട് വരുന്ന ഒരു റിക്രൂട്ട്മെന്റ് തന്നെയാണ് ഈ RML നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് എന്ന് പറയുക കേട്ടോ. അപ്പൊ ഇവിടെ ഹൈലൈറ്റ് എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇവിടുത്തെ ഏജ് ബാർ കുറച്ചുകൂടെ നല്ലതാണ്. അതായത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് 40 വയസ്സ് വരെ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പം നോക്കിയ ഓർഗനൈസേഷൻ നെയിം ഞാൻ പറഞ്ഞു, റാം മനോഹർ ലോഹ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആണ്, ലക്നൗ കേട്ടോ. UPയിലെ ലക്നൌവിലാണ്. പോസ്റ്റ് നെയിം നഴ്സിംഗ് ഓഫീസർ ആണ്. അതൊരു ഗ്രൂപ്പ് B നോൺ ടീച്ചിങ് പോസ്റ്റ് ആണ്. കൂടാതെ വേക്കൻസീസ് വരുന്നത് 422 ആണ്. ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈൻ ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. എക്സാമിനേഷൻ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നടത്തപ്പെടുക കേട്ടോ. അതുകൂടാതെ എക്സാം പാറ്റേൺ ഏത് രീതിയിലാണ് എക്സാം നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയിംസ് നോർസെറ്റ് എക്സാം പോലെ ഒരു സ്ക്രീനിങ് എക്സാം ഉണ്ടാകും. അതുകൂടാതെ ഒരു മെയിൻ എക്സാം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം പോസ്റ്റിംഗ് ആയിരിക്കും വരിക. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തത് ഒക്ടോബർ 21-നാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നവംബർ 1ാമത്തെ ആഴ്ച അല്ലെങ്കിൽ 2ാമത്തെ ആഴ്ചയിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് ഡേറ്റ് യൂഷ്വലി എന്നാണോ സ്റ്റാർട്ട് ചെയ്യുക അവിടെ നിന്ന് ഒരു മാസമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം ലഭിക്കുക. അഡ്മിറ്റ് കാർഡ് യൂഷ്വലി അതിനുശേഷം ആയിരിക്കും റിലീസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിന്റെ എക്സാം വരിക നോക്കിയേ, 2025 ഡിസംബർ അല്ലെങ്കിൽ 2026 ജനുവരിയിൽ ഇതിന്റെ എക്സാം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 2 മുതൽ 3 മാസം വരെ ആയിരിക്കും നമുക്ക് എക്സാമിന്റെ പ്രിപ്പറേഷൻസിന് വേണ്ടി ലഭിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ബേസിക്കലി ഇതിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. അതിലെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് OBC UR അതുകൂടാതെ EWS കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ 1000 രൂപയാണ്. GST 18% കൂടെ കൂട്ടിയിട്ട് 1180 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരിക. SC ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അത് 708 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരിക. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണ് എങ്കിൽ അവർക്ക് ആപ്ലിക്കേഷൻ ഫീ എക്സെപ്റ്റഡ് ആണ്. ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞല്ലോ, ജനറൽ കാറ്റഗറിയിൽ 40 വയസ്സ് വരെ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. അതേസമയം OBC SC ST ഇവർക്കാണെങ്കിൽ 45 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അത് UP സ്റ്റേറ്റിലുള്ളവർക്ക്, ശ്രദ്ധിച്ച് കേൾക്കണേ, UP സ്റ്റേറ്റ് ഉത്തർപ്രദേശിൽ സ്ഥിര താമസമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു OBC SC ST പോസ്റ്റിലേക്ക് ഈ ഏജ് റിലാക്സേഷൻ ലഭിക്കത്തുള്ളൂ. അല്ലാത്ത കാൻഡിഡേറ്റ്സും ഒക്കെ UR ൽ തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ. PWD പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണ് എങ്കിൽ അവർക്ക് അപ് ടു 50 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാം. എക്സ് ഓഫീസർ ഡിപെൻഡൻസ് ഒക്കെ ആണെങ്കിൽ ആസ് പെർ ഗവൺമെന്റ് നോംസ് അവർക്ക് അതിനുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, 422 വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. അതിൽ UR അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് ആയിട്ട് 169 പേർക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 114 വേക്കൻസീസ് ആണ്. SC ആണെങ്കിൽ 88, ST 9 വേക്കൻസീസ്, EWS 42 വേക്കൻസീസ് ആണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് സാധാരണ എയിംസ് നോർസെറ്റ് പോലെ തന്നെ BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ക്വാളിഫൈ ചെയ്തവർക്ക് രജിസ്ട്രേഷൻ കൂടെ ഉണ്ടെങ്കിൽ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേസമയം GNM ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ആണ് നിങ്ങൾ പാസ് ആയതെങ്കിൽ INC അംഗീകാരമുള്ള സ്ഥാപനത്തിൽ നിന്നായിരിക്കണം. കൂടാതെ നമുക്ക് രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. പിന്നെ 50 ബെഡ് ഹോസ്പിറ്റൽ, മിനിമം 50 ബെഡ് ഉള്ള ഹോസ്പിറ്റലിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമായിട്ട് വരും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ. നെക്സ്റ്റ് ഇതിന്റെ എക്സാം പാറ്റേൺ ഞാൻ പറഞ്ഞല്ലോ, സ്ക്രീനിങ് എക്സാം ഉണ്ടാകും, മെയിൻ എക്സാം ഉണ്ടാകും. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അതുകൂടാതെ നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അപ്പോയിന്റ്മെന്റ് ലഭിക്കുക കേട്ടോ. അപ്പം സ്ക്രീനിങ് ടെസ്റ്റ് 2 മണിക്കൂർ
ദൈർഘ്യമുള്ള എക്സാം ആയിരിക്കും. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീനിങ് എക്സാമിനും മെയിൻ എക്സാമിനും ഒരേ സിലബസ് ആയിരിക്കും. അതായത് നോക്കിയാൽ കോർ സബ്ജക്ട് നമ്മുടെ നഴ്സിംഗ് സബ്ജക്ട്സ് 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇംഗ്ലീഷ് ആണെങ്കിൽ 10 മാർക്ക്, GK 10 മാർക്ക്, റീസണിംഗ് 10 മാർക്ക്, മാത്സ് 10 മാർക്ക് കേട്ടോ. ഇതായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക. എക്സാമിനേഷൻ വരുന്നത് ഓൺലൈൻ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് വരിക കേട്ടോ. നഴ്സിംഗ് സബ്ജക്ട്സ് ഞാൻ പറഞ്ഞല്ലോ 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ജനറൽ ഇംഗ്ലീഷ് ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്. കൂടാതെ GK 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇതിൽ 10 മാർക്കിന് വീതമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും കേട്ടോ. ഇതാണ് അതിന്റെ സിലബസ് ആയിട്ട് വരുന്നത്. ഇതിന്റെ എക്സാം സിറ്റി മിക്കവാറും ലക്നൗ തന്നെ ആയിരിക്കും കേട്ടോ. എക്സാമിനേഷൻ സിറ്റി എന്ന് പറയുന്നത് ലക്നൗ തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് 10th പ്ലസ് ടുവിലെയും 10th ഒക്കെ ഡോക്യുമെന്റ്സ്. കൂടാതെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. RML എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അഡ്മിഷൻ താല്പര്യമുള്ളത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, സീറ്റുകൾ ഉറപ്പിക്കുക, നന്നായിട്ട് പഠിക്കുക. നമുക്ക് പ്രത്യേകിച്ച് ഏജ് ഒക്കെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ളവർക്കും അതല്ല നല്ലൊരു സെൻട്രൽ ഗവൺമെന്റ് പേ ആണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് മികച്ച ഒരു സാഹചര്യം തന്നെയാണ്, അല്ലെങ്കിൽ മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ RML ഹോസ്പിറ്റൽ എന്ന് പറയുക. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.